നമസ്കാരം. യുദ്ധം തുടരുകയാണ്. എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആർക്കും അവസാനിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ യുദ്ധം തുടരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഓരോ ദിവസവും വ്യത്യസ്തമായ ഉത്തരവും നിലപാടുമാണ് പറയുന്നത്. എന്ന് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് താൻ തീരുമാനിക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം കെൻട്രൂക്കിലെ രാഷ്ട്രീയ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞത് യുദ്ധം അവസാനിച്ചെന്നാണ്. പക്ഷേ യുദ്ധം അവസാനിക്കുന്ന ലക്ഷണം ഒരിടത്തുമില്ല. ഇറാൻ ശക്തമായ പ്രതിരോധം തുടരുന്നു. സൗദി അറേബ്യ, UAE, ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾക്ക് നേരെയുള്ള ഇറാൻ്റെ മിസൈൽ ആക്രമണം തുടരുന്നു. ഈ മിസൈലുകളെയൊക്കെ തടുത്തുകൊണ്ട് ഈ രാജ്യങ്ങൾ പ്രതിരോധിക്കുന്നു. യുദ്ധം 2 ആഴ്ച പിന്നിട്ടപ്പോൾ ഏറ്റവും അധികം തിരിച്ചടി കിട്ടിയിരിക്കുന്നത് GCC രാഷ്ട്രങ്ങൾക്ക് തന്നെയാണ്. ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ ഓരോ ദിവസവും എത്തിയിരുന്ന ദുബായും അബുദാബിയുമൊക്കെ ആളൊഴിഞ്ഞ നാടായി മാറുന്നു. ആ രാജ്യങ്ങളിലുള്ളവർ അവരുടെ സാധാരണ ജീവിതം തുടരുമ്പോഴും ഓരോ ദിവസം ചെല്ലുന്തോറും എല്ലാവരുടെയും ആശങ്ക വർദ്ധിച്ചു വരുന്നു. എന്നവസാനിക്കും എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു നിശ്ചയവുമില്ലാത്തതുകൊണ്ട് ഏറ്റവും വലിയ തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് UAEയും ഖത്തറും ബഹ്റൈനും കുവൈറ്റുമൊക്കെ അടക്കമുള്ള രാജ്യങ്ങൾക്കാണ്. ആ രാജ്യങ്ങൾക്ക് നേരെ നിരന്തരം ഡ്രോണുകളും മിസൈലുകളും ഇറാൻ തൊടുത്തുവിടുന്നത് ആ രാജ്യങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയുടെ തണലിൽ ഈ രാജ്യങ്ങൾക്ക് ഇവയെ ഫലപ്രദമായി തടയാൻ കഴിയുന്നുണ്ടെങ്കിലും അനിശ്ചിതമായി യുദ്ധം തുടരുന്നത് തന്നെയാണ് ഇവരെ ആശങ്കപ്പെടുത്തുന്നത്. കുടുങ്ങിക്കിടന്നവരെയൊക്കെ രക്ഷിച്ചെടുക്കുന്ന പദ്ധതി തുടരുന്നുണ്ടെങ്കിലും സാധാരണഗതിക്കുള്ള വിമാന സർവീസ് ആരംഭിക്കാത്തത് പ്രവാസികൾ അടക്കമുള്ളവർക്ക് തലവേദനയായി മാറുന്നു. ലോകത്തെ തന്നെ ഏറ്റവും വലിയ വിമാന കമ്പനികളിൽ ഉൾപ്പെട്ട എമിറേറ്റ്സും ഖത്തർ എയർവേസും ഇത്തിഹാദുമൊക്കെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയെ നേരിടുകയാണ്. ദോഹയും അബുദാബിയും ദുബായും കേന്ദ്രീകരിച്ച് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വിമാനങ്ങൾക്ക് അത് തുടരാൻ കഴിയാത്തതുകൊണ്ട് വിമാന യാത്രാ നിരക്ക് കുതിച്ചുയർന്നിട്ടുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും യാത്ര ചെയ്യുന്ന മനുഷ്യർക്ക് വലിയ തുക കൊടുത്ത് ടിക്കറ്റ് എടുക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. ഇന്ന് അവസാനിച്ച കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകളൊന്നും ആക്രമിക്കപ്പെട്ടില്ല എന്നത് മാത്രമാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. അതിനു മുമ്പ് 48 മണിക്കൂർ 8 കപ്പലുകളും യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ 18 കപ്പലുകളും ആക്രമിക്കപ്പെട്ടതുകൊണ്ട് തന്നെ എണ്ണയുടെ സുഗമമായ നടത്തിപ്പിനെക്കുറിച്ചുള്ള ആശങ്ക വ്യക്തമാണ്. ഈ പ്രതിസന്ധിയെ ഒരു പരിധിവരെ മറികടന്നത് ഇന്ത്യ മാത്രമാണ് എന്നത് ശ്രദ്ധ നേടുന്നു. ഇന്നലെ ഏതാണ്ട് 40,000 മെട്രിക് ടൺ എണ്ണയുമായി ശിവാലിക് എന്ന ഇന്ത്യൻ കപ്പൽ ഹോർമുസ് കടൽ കടന്നുപോയി എന്നത് ലോക ശ്രദ്ധ നേടിയ വാർത്തയായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർന്നതുപോലെ ഇസ്രയേലും അമേരിക്കയും ടെഹ്റാനിൽ അതിശക്തമായ ആക്രമണം നടത്തി. ടെഹ്റാൻ തിരിച്ച് അയൽ രാജ്യങ്ങളെയും ആക്രമിച്ചു. അതുപോലെ തന്നെ ലെബനനു നേരെ വലിയ ആക്രമണം ഇസ്രയേൽ തുടർന്നു. ഹിസ്ബുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇസ്രയേലിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടു. ഇതിനിടയിൽ 2 നാടകീയമായ സംഭവ വികാസങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഒന്ന്, ഇറാന്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാർഗ് ദ്വീപിലേക്ക് അമേരിക്കൻ സേന നടത്തിയ ആക്രമണമാണ്. കാർഗ് ദ്വീപ് ഇല്ലെങ്കിൽ ഇറാൻ ഇല്ലാത്ത സാഹചര്യമാണ് രൂപപ്പെടുന്നത്. പേർഷ്യൻ ഗൾഫ് തീരത്ത് ഏതാണ്ട് 25 കിലോമീറ്ററോളം പടർന്നു കിടക്കുന്ന ഒരു ദ്വീപാണ് കാർഗ് ദ്വീപ്. ഈ ദ്വീപിലാണ് ഇറാന്റെ എണ്ണ ശേഖരത്തിൽ ഏറെയും. ഇറാൻ കയറ്റുമതി ചെയ്യുന്ന എണ്ണയും പ്രകൃതിവാതകവും ഏതാണ്ട് 90% ഇവിടെ നിന്ന് പോകുന്നു എന്നാണ് റിപ്പോർട്ട്. ലോകത്ത് ശുദ്ധീകരിച്ചെടുക്കുന്ന എണ്ണയുടെ 10%, പ്രകൃതിവാതകത്തിൻ്റെ 15% ഇറാനിൽ നിന്നാണ്. ഇറാനിൽ നിന്നും ശേഖരിക്കുന്ന എണ്ണയുടെ 90% കാർഗ് ദ്വീപിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുകൊണ്ട് തന്നെ ആ ദ്വീപിന് നേരെ ആക്രമണമുണ്ടായാൽ ലോകം വലിയ തോതിൽ എണ്ണ പ്രതിസന്ധിയിലേക്ക് നീങ്ങും എന്നാണ് നേരത്തെ തന്നെ കരുതപ്പെട്ടത്. ആ ദ്വീപ് ആക്രമിച്ചെന്നും ആ ദ്വീപിലെ ഇറാന്റെ സകല സൈനിക സന്നാഹങ്ങളും തച്ചുടച്ചെന്നും അത് പൂർണ്ണമായും അമേരിക്കയുടെ നിയന്ത്രണത്തിലാണെന്നും ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ്. ഇറാന്റെ എണ്ണ വ്യാപാരത്തിൻ്റെ കടക്കൽ കത്തിവയ്ക്കാനും ഹൃദയം തകർത്ത് ഇറാനെ നിർവീര്യമാക്കാനുമാണ് അമേരിക്ക ശ്രമിച്ചത്. എന്നാൽ ഇറാന്റെ എണ്ണയുടെ മേൽ കൈവച്ചാൽ അയൽ രാജ്യങ്ങളിലെ
എണ്ണ ശേഖരങ്ങൾ തങ്ങളും തകർക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുവരെ ഇറാന് നേരെ ആക്രമണമുണ്ടാവുമ്പോഴും ഇറാൻ പ്രത്യാക്രമണം നടത്തുമ്പോഴും എണ്ണ ശുദ്ധീകരണശാലകളെ ഒഴിവാക്കിയിരുന്നു. അത്തരമൊരു ആക്രമണമുണ്ടായാൽ എണ്ണപ്പാടങ്ങൾക്ക് തീപിടിച്ചാൽ ലോകം വലിയ ഇന്ധന പ്രതിസന്ധിയിലേക്ക് നീങ്ങും എന്നതുകൊണ്ട് തന്നെ ഇരുകൂട്ടരും അതിൽ നിന്ന് മാറി നിന്നു. വല്ലപ്പോഴുമൊക്കെ ലക്ഷ്യം തെറ്റി ഇത്തരം എണ്ണശാലകളിലേക്ക് മിസൈലുകൾ പതിക്കുകയും അഗ്നി പടരാൻ തുടരുകയും ചെയ്തപ്പോൾ തന്നെ അവ ഫലപ്രദമായി അണയ്ക്കാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇരുകൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും എണ്ണയെ ആക്രമിക്കാതെ വെറുതെ വിടും എന്ന് കരുതിയിടത്താണ് അമേരിക്ക കാർഗ് ഐലൻഡിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടതും ഇറാൻ പ്രകോപിതരായതും. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, ഞങ്ങൾ കാർഗിലെ എണ്ണയെ തൊട്ടിട്ടില്ല, അവിടെ ഒരു എണ്ണ ശുദ്ധീകരണശാലയ്ക്കും ഒരു റിഫൈനറിക്കും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ ആക്രമിച്ച് കീഴടക്കിയത് ഇറാൻ്റെ സൈനിക സംവിധാനങ്ങളെയാണ് എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. അതൊരു പരിധിവരെ ശരിയാവാനും സാധ്യതയുണ്ട്. എന്നാൽ ഇത് അമേരിക്കയുടെ കാഞ്ഞ ബുദ്ധിയിൽ രൂപപ്പെട്ടതാണെന്നും ഇറാൻ്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ് അടച്ച് അത് പിടിച്ചെടുക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണെന്നും ആശങ്കപ്പെടുന്നു. എന്ന് വെച്ചാൽ ഇറാൻ്റെ കാർഗ് ദ്വീപിലെ സൈനിക സാന്നിധ്യം ഇല്ലാതാക്കി കാർഗ് ദ്വീപിൻ്റെ നിയന്ത്രണം പിടിച്ചെടുത്ത് അവിടെ നിന്നും എണ്ണ കടത്തിക്കൊണ്ടുപോകാൻ അമേരിക്ക ശ്രമിക്കുന്നു എന്ന് സംശയിക്കാവുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. ഇത് ഇറാൻ ജനതയുടെ മനോവീര്യത്തെ തകർക്കുകയും അവർ കൂടുതൽ കരുത്തോടുകൂടി ഇറാൻ സർക്കാരിനൊപ്പം ചേർന്ന് നിന്ന് അമേരിക്കയ്ക്കെതിരെ പോരാടാൻ കാരണമാകുമെന്നും കണക്കാക്കുന്നു. ഇതുവരെയുള്ള സംയമനം വെടിഞ്ഞ് ഇറാൻ സൗദിയുടെയും ഖത്തറിൻ്റെയും ബഹ്റിൻ്റെയും UAEയുടെയും ഒക്കെ റിഫൈനറികൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടാൽ ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത എണ്ണ പ്രതിസന്ധിക്ക് കാരണമാവുകയും ലോകം മുഴുവൻ തകർന്ന് തരിപ്പണമാവുകയും ചെയ്യും. എണ്ണ പ്രകൃതിവാതക ചരക്ക് നീക്കം സുഗമമായി നടന്നില്ലെങ്കിൽ ലോകത്തെല്ലായിടത്തും ക്ഷാമമുണ്ടാവുകയും സാമ്പത്തിക പ്രതിസന്ധിയും പണപ്പെരുപ്പവും സംഭവിക്കുകയും ചെയ്യും. അമേരിക്കയുടെ നീക്കം ഇറാനെ പ്രകോപിപ്പിക്കുമെന്നും എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെ ആക്രമണമുണ്ടാകുമെന്നും ഭയപ്പെടുകയാണ് ഇപ്പോൾ പശ്ചിമേഷ്യ. ഒരുപക്ഷെ ഈ എണ്ണ പ്രതിസന്ധി യുദ്ധത്തിന് വലിയ വഴിത്തിരിവായി മാറിയെന്ന് വരാം. ഈ പശ്ചാത്തലത്തിൽ വേണം ജപ്പാൻ അടക്കമുള്ള ഇടങ്ങളിൽ നിന്നും അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഇപ്പോൾ ഇറാൻ തീരത്തേക്ക് നീങ്ങുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത്. എന്ന് വെച്ചാൽ ഇറാനെ ശ്വാസം മുട്ടിക്കാൻ വേണ്ടി അമേരിക്ക നടത്തിയ അതിബുദ്ധിപരമായ നീക്കം ഒരുപക്ഷെ വലിയ പ്രതിസന്ധിക്ക് കാരണമാകുമെന്ന റിപ്പോർട്ടുണ്ട്. ഇതിനിടയിൽ സംഭവിച്ച വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. UAE സർക്കാർ യുദ്ധവുമായി ബന്ധപ്പെട്ട് UAEയിൽ താമസിക്കുന്ന മലയാളികൾ അടക്കമുള്ള ആളുകൾക്ക് നേരെ കടുത്ത നടപടികളുമായി രംഗത്ത് വരുന്നു എന്നാണ് റിപ്പോർട്ട്. യുദ്ധം അപ്രതീക്ഷിതമായി ആരംഭിച്ചപ്പോൾ അനേകം ഇറാൻ മിസൈലുകൾ UAE ആകാശത്തെത്തിയിരുന്നു. അബുദാബിയിലും ദുബായിലും താമസിക്കുന്ന മലയാളികൾ അടക്കമുള്ളവർ ഇറാനിൽ നിന്നെത്തിയ മിസൈലുകൾ UAE വ്യോമ പ്രതിരോധ സംവിധാനം തകർക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. അനേകം മലയാളികൾ ഇത്തരം ദൃശ്യങ്ങൾ അവരുടെ ടെറസിൻ്റെ മുകളിൽ നിന്നും മൊബൈൽ ഫോണിൽ പകർത്തുകയും അവയെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ അയക്കുകയും ചെയ്തു. അങ്ങനെ വ്യോമാക്രമണത്തിൻ്റെയും വ്യോമ പ്രതിരോധത്തിൻ്റെയും ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടവരെയും ഇത്തരം ദൃശ്യങ്ങൾ നിർമ്മിതി ബുദ്ധിയുടെ സഹായത്തോടെ സൃഷ്ടിച്ച് എടുത്തവരെയും അതെന്താണെന്നറിയാതെ ഷെയർ ചെയ്തവരെയുമൊക്കെ UAE പോലീസ് തപ്പി നടക്കുന്നു. ഏതാണ്ട് 41 പേരെ അബുദാബി പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചെങ്കിൽ 21 പേരെയാണ് ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള 10 പേർക്കെതിരെ നടപടിയെടുക്കാൻ ആരംഭിച്ചതായി UAE സർക്കാർ ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ മലയാളികളുമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. UAEയിലെ സൈബർ നിയമം അനുസരിച്ച് ആരുടെയും ദൃശ്യങ്ങൾ പുറത്തുവിടാൻ അനുമതിയില്ല. പ്രത്യേകിച്ച് രാജ്യം ഒരു യുദ്ധത്തെ നേരിടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പകർത്തുന്നതും അത് ഷെയർ ചെയ്യുന്നതും ഗുരുതരമായ കുറ്റകൃത്യമാണ്. അറസ്റ്റിലായപ്പെട്ടവർ രാജ്യദ്രോഹത്തിന് വിചാരണ ചെയ്യപ്പെടുകയും ദീർഘകാലം ജയിലിലടയ്ക്കപ്പെടുകയും പിന്നീട് ഒരുപക്ഷെ നാട് കടത്തപ്പെടുകയും ചെയ്യാം. ഈ വാർത്ത വലിയ ഞെട്ടലോടുകൂടിയാണ് പ്രവാസി സമൂഹം കേൾക്കുന്നത്. കാരണം ഇത്തരമൊരു സംഭവം ഉണ്ടായപ്പോൾ ഒട്ടുമിക്ക മലയാളികളും ഇത്തരം ദൃശ്യങ്ങൾ പകർത്തുകയും ഉറ്റവർക്കും ഉടയവർക്കും അയച്ചു കൊടുക്കുകയും ചെയ്തു. ദയവായി സോഷ്യൽ മീഡിയയിൽ അത്തരം വീഡിയോകൾ അയച്ചിട്ടുണ്ടെങ്കിൽ അവ ഡിലീറ്റ് ചെയ്യുകയും ഇനി ഒരു വീഡിയോയും എടുക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നാട്ടിലുള്ള പല ചാനലുകളും പത്രങ്ങളുമൊക്കെ
ഇത്തരം വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി അയക്കാൻ പലരെയും നിർബന്ധിച്ചിരുന്നു. അങ്ങനെ അയച്ച വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഇവരെ ജയിലിലാക്കുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. UAE എന്ന് മാത്രമല്ല, ഗൾഫിലെ ഒരു രാജ്യത്തു നിന്നും ഇത്തരം ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിക്കാതിരിക്കുന്നതായിരിക്കും ഉചിതമായ സംഗതി. ഇതിനിടയിൽ ബ്രിട്ടനിൽ നിന്ന് കേൾക്കുന്ന ഒരു വാർത്ത കൂടി ഇതോടൊപ്പം സൂചിപ്പിക്കാതിരിക്കാൻ നിവർത്തിയില്ല. ബ്രിട്ടനിൽ ഇറാനെ അനുകൂലിക്കുന്ന, ഖൊമൈനിക്ക് വേണ്ടി അനുശോചിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും തെരുവിലുണ്ട്. കഴിഞ്ഞ ദിവസം മാഞ്ചസ്റ്ററിൽ നടന്ന അത്തരമൊരു പ്രകടനത്തിൽ കുതിരപ്പുറത്ത് കയറി യൂണിഫോം അണിഞ്ഞ് പട്രോളിംഗ് നടത്തിയവരെക്കുറിച്ചുള്ള വാർത്തകൾ ശ്രദ്ധ നേടുന്നു. മാഞ്ചസ്റ്ററിലെ ചിലയിടങ്ങളിൽ ശരീഅത്ത് പട്രോൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ബ്രിട്ടനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരം അപകടകരമായ വാർത്തകളാണ് ബ്രിട്ടനിലെ കുടിയേറ്റക്കാരുടെ ഉറക്കം കെടുത്തുന്നത്.